കിൻഫ്ര വ്യവസായ പാർക്കിനായി ഭൂമി ഏറ്റെടുത്തിട്ടും അധികൃതർ പണം നൽകുന്നില്ലെന്ന് ഉടമകൾ. മട്ടന്നൂരിൽ ഭൂവുടമകൾ പ്രതിഷേധ മാർച്ച് നടത്തി. പരിസ്ഥിതി പ്രവർത്തകൻ വിനോദ് പയ്യട ഉദ്ഘാടനം ചെയ്തു. 2019 ഈ പ്രദേശങ്ങൾ മട്ടന്നൂർ വിമാനത്താവളത്തിന്റെ അനുബന്ധ വികസന പരിപാടികളുടെ ഭാഗമായിട്ട് വ്യവസായ പാർക്കുകൾ, ആശുപത്രികൾ, അങ്ങനെ ഒട്ടേറെ വികസന സ്വപ്നങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട്, വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുക്കുന്നു. അപ്പോൾ 2019 സർക്കാർ നോട്ടിഫിക്കേഷൻ വരുന്നു. അന്ന് മുതൽ യഥാർത്ഥത്തിൽ ഭൂമി സർക്കാരിന്റെ അധീനതയിലായിട്ടുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടത്. കാരണം ഒരുപക്ഷെ സാങ്കേതികപരമായിട്ട് നിങ്ങളുടെ ഭൂരേഖകൾ സമർപ്പിക്കുന്നതൊക്കെ പിന്നീട് കുറേ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞാണെങ്കിൽ തന്നെയും യഥാർത്ഥത്തിൽ 2019 നോട്ടിഫിക്കേഷനോട് കൂടി നിങ്ങളുടെ ഭൂമി മറ്റൊരു രീതിയിൽ ക്രയവിക്രയത്തിന് അധികാരമില്ലാത്ത രീതിയിലായി മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 2019 ആ കാലഘട്ടം മുതൽ നിങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശമുണ്ടെങ്കിലും കൈവശാവകാശങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ള, താത്വികമായെങ്കിലും നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കിൻഫ്ര വ്യവസായ പാർക്കിനായി സ്ഥലം ഏറ്റെടുത്ത ശേഷവും നഷ്ടപരിഹാരം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഭൂവുടമകളുടെ പ്രതിഷേധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മട്ടന്നൂരിൽ പ്രതിഷേധിച്ചത്. ഭൂവുടമകൾ സ്പെഷ്യൽ തഹസിൽദാർ ലാൻഡ് അക്വിസിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇന്ന് കണക്കിൽ പ്രതിഷേധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മട്ടന്നൂർ ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചിലേക്ക് തുടർന്നുള്ള കൂടുതൽ ഉൾപ്പെടുന്നതിന് ക്ഷണിക്കട്ടെ. പ്രതിഷേധ മാർച്ച് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ വിനോദ് പയ്യട ഉദ്ഘാടനം ചെയ്തു. ഭൂവുടമകളുടെ അവകാശങ്ങൾ നേടിയെടുക്കും വരെയും ഞങ്ങൾ പ്രതിഷേധത്തിൻ പാതയിൽ നിന്ന് പിന്തിരിയില്ല സർക്കാരെ. പനയത്താംപറമ്പ്, മുടക്കണ്ടി, കീഴലൂർ പ്രദേശങ്ങളിൽ ഏറ്റെടുത്ത സ്ഥലത്തിന്റെ നഷ്ടപരിഹാരമാണ് നൽകാത്തത്. മൂന്നാം ഘട്ടത്തിൽ സ്ഥലം ഏറ്റെടുത്ത 800ഓളം ഭൂ ഉടമകൾക്കാണ് നഷ്ടപരിഹാരം ലഭിക്കാനുള്ളത്. ഭൂമിയുടെ മുഴുവൻ രേഖകളും വാങ്ങിവെച്ച ശേഷം പണം അനുവദിക്കാതെ സർക്കാർ കബളിപ്പിക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. KP വിനോദൻ അധ്യക്ഷനായി. അശോകൻ കാനാട്, TK മിഥുൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.